ഇങ്ങനെ തിരിഞ്ഞ്. നമസ്കാരം, എൻ്റെ പേര് മജീഷ്യൻ മാത്യു കാവക്കാട്. ഞാൻ മലയാളി മജീഷ്യൻസ് അസോസിയേഷൻ്റെ മെമ്പറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില ആക്ടിവിറ്റീസിനെ പറ്റി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കലാവാസനയിൽ അതിവിദഗ്ധമായിട്ട് പരിശീലനം സിദ്ധിച്ച് അനേക സ്കൂളുകളിൽ നാടകങ്ങൾ, ടാബ്ലോ, ഫാൻസി ഡ്രസ് എന്നിവ ചെയ്ത് 1, 2, 3 സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിൽ കഴിഞ്ഞ 10 വർഷത്തിന് മുൻപേ മുതൽ ഞാൻ മാസ്റ്റേഴ്സിൽ, എനിക്ക് ഇടുക്കി ജില്ലാ മാസ്റ്റേഴ്സിൽ 1, 2, 3 സമ്മാനങ്ങൾ ബോഡി ബിൽഡിങ്ങിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി എൻ്റെ ഒരു ഹരമാണ്. കൃഷിക്ക് എനിക്ക് MLAയുടെ അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കലാപുരസ്കാരങ്ങൾ അനേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകം നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഏകദേശം 20ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ 9ഓളം സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീക്ക് വേണ്ടി അനേകം നാടകങ്ങൾ എഴുതി അതിന് 1, 2, 3 സമ്മാനങ്ങൾ കിട്ടി. അടുത്ത നാളിൽ ഒത്താനക്കാട് സ്കൂളിൽ ഫാൻസി ഡ്രസ്സിന് മേക്കപ്പ് ചെയ്ത് അതിന് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. അങ്ങനെ കലാരംഗത്ത് എല്ലാ മേഖലയിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സീനിയർ സിറ്റിസൻ്റെ മെമ്പറാണ്. അതുപോലെ തന്നെ അനേകം സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ആയവനിൽ ആരംഭിച്ചിരിക്കുന്ന ജനകീയ കൂട്ടായ്മ മയക്കുമരുന്നിനെതിരെ നല്ലൊരു പൊരുതുന്നതിന് വേണ്ടി അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കും. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ 1500ഓളം ക്യാമ്പുകൾ ഞങ്ങൾ മയക്കുമരുന്നിനെതിരെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ MLA, അതുപോലെ MP, അതുപോലെ പോലീസ് അധികാരികൾ, അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവർ ഒന്നിച്ചേർന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം എല്ലാം ചെയ്യുന്നത്. അതുപോലെ ആയവനിൽ ഇപ്പോൾ തന്നെ കള്ളൂർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ അനേകം പ്രോഗ്രാമുകൾ ചെയ്തു. ഇപ്പോൾ ഏകദേശം 30ഓളം പ്രോഗ്രാമുകൾ മയക്കുമരുന്നിനെതിരെ ചെയ്തു. ബോധവൽക്കരണം എന്ന രീതിയിൽ മാജിക്കും അതിനോടൊപ്പം തന്നെ ആ മയക്കുമരുന്ന് ദൂഷ്യവശങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ഞങ്ങൾ ജനങ്ങളിൽ വിതറുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഇനിയും തുടർന്നും ഞങ്ങളുടെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ അനേകം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ. കലാപുരസ്കാരം, സിനിമാ മേഖലയിൽ എനിക്ക് കിട്ടിയ അവാർഡുകൾ, അതുപോലെ തന്നെ മാജിക് ഷോയിൽ കിട്ടിയ അവാർഡുകൾ, അതുപോലെ ഇടുക്കി ജില്ല ബോഡി ബിൽഡിങ്ങിൽ 2020 എനിക്ക് മിസ്റ്റർ ഇടുക്കി ആയിട്ടുള്ള ട്രോഫി കിട്ടി. അതുപോലെ തന്നെ ഹോളി മേരി യൂണിറ്റിൻ്റെ ട്രോഫികൾ കിട്ടി. അതുപോലെ തന്നെ ആദരം എന്ന് പറഞ്ഞ മൂവാറ്റുപുഴ നഗരസഭയുടെ പ്രോഗ്രാമുകൾ അതിനെനിക്ക് കിട്ടി. അതുപോലെ കൃഷിക്ക് എനിക്ക് കിട്ടിയ അവാർഡ്. അതുപോലെ തന്നെ വയോമിത്രം പെരുമ്പാവൂർ നഗരസഭയുടെ പ്രോഗ്രാം. അതുപോലെ തന്നെ അനേകം പുരസ്കാരങ്ങൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കലാരംഗത്തും അതുപോലെ തന്നെ വിവിധ തുറകളിലും എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ ഉള്ളത്. അനേകം സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇടുക്കി ജില്ല ബോഡി ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. മാജിക് അക്കാഡമിയുടെ സർട്ടിഫിക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്, നാടകം, ഇങ്ങനെയുള്ളതിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് ഈ കാണുന്നത്. ഈയിടെ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ 25ഓളം സ്ഥലങ്ങളിൽ മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ ഫോട്ടോയാണിത്. നടന്നു പോകാം. ഇതാണ് എൻ്റെ ഭാര്യ മേഴ്സി മാത്യു, വഴുത്തല സ്വദേശിയാണ്. അതുപോലെ എത്രയാ? 44. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 44 വർഷമായി. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ ജോജിൻ കെ മാത്യു, രണ്ടാമത്തവൻ രഞ്ജിത്ത് കെ മാത്യു. ജോജി അയർലൻഡിൽ ജോലി ചെയ്യുന്നു. രഞ്ജിത്ത് കുവൈറ്റിലും ജോലി ചെയ്യുന്നു. മക്കള് ഇനി ജോജിൻ കെ മാത്യു അയർലൻഡിൽ ജോലി ചെയ്യുന്നു. അവന് 3 മക്കളാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് കെ മാത്യു കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അവന് ഒരു പെൺകൊച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതെൻ്റെ വിവാഹ ഫോട്ടോയാണ്.